നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം സർ, തമിഴ്നാട്ടിലെ കാരൂരിൽ നടന്ന 41 പേരുടെ മരണം ഒരുപക്ഷെ കേരളവും കൂടി ഞെട്ടുന്ന തരത്തിലായിരുന്നു. ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണസംഖ്യയായിരുന്നു അത്. ഇതിൽ ആരുടെ ഭാഗത്ത് തെറ്റെന്ന് ചോദിക്കുമ്പോൾ നിരവധി കാര്യങ്ങൾ അതിൽ ഉൾത്തിരിഞ്ഞു വരും. ഒരുപക്ഷെ താരാരാധനയുടെ, തമിഴ്നാട്ടുകാരുടെ സ്നേഹത്തിൻ്റെ ഒരു പൊരുളായിരിക്കും അത് പുറത്തു വരുന്നത്. തമിഴ്നാട്ടുകാരുടെ ഒരു പ്രധാന ഇതെന്ന് പറയുന്നത് ആരെയും സ്നേഹിച്ചാൽ ജീവൻ പോലും കൊടുക്കുന്നത് നമ്മൾ മുന്നേയും കണ്ടിട്ടുണ്ട്. MGRൻ്റെ കാലഘട്ടത്തിൽ, ജയലളിതയുടെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ജനങ്ങളെ കുറ്റം പറയുമ്പോൾ, സർക്കാരിനെ കുറ്റം പറയുമ്പോൾ, വിജയെ കുറ്റം പറയുമ്പോൾ ശരിക്കും എവിടെയാണ് പാളിച്ച ഉണ്ടായിരിക്കുന്നത്? കലർപ്പില്ലാത്ത സ്നേഹം പലപ്പോഴും ദ്രാവിഡ നന്മയാണ്. ഈ കലർപ്പില്ലാത്ത സ്നേഹമെന്ന് പറയുമ്പോൾ അത് അതിരുവിടുമ്പോൾ അത് ആരാധനയായും യോദ്ധാക്കളോടുള്ള, വീരന്മാരോടുള്ള ആരാധന, അങ്ങനെയാണല്ലോ വീര ആരാധന എന്ന് പറയുന്നത്. വീരൻ എന്ന് പറയുന്നത് തമിഴകത്തെ, പ്രാചീന തമിഴകത്തെ ഒരു വലിയ സങ്കല്പമാണ്. പുരുഷൻ എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ധൈര്യവാനായിരിക്കണം. അവൻ്റെ പ്രധാന കായിക ഇനമാണ്, അന്നത്തെ കായിക ഇനമാണ് മഞ്ചു വിരട്ടൽ, എറുതഴുതൽ എന്നും പറയും. അതിൻ്റെ ആധുനിക രൂപമാണ് ജല്ലിക്കെട്ട്. കാളയുമായി ബന്ധപ്പെട്ട കാർഷിക വ്യവസ്ഥയിലെ ഈ കാളയുടെ പുഞ്ചിയിൽ പിടിച്ച് കിടന്നുകൊണ്ട് കാളയെ മെരുക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു ഒരു വിനോദം. അതിൽ വിജയിച്ചു വരുന്ന പുരുഷനെയാണ് കന്യകൾ, അഴകികൾ, സൗന്ദര്യമുള്ള സ്ത്രീകൾക്ക് വരന്മാരായി ലഭിക്കുക. ഇതൊക്കെ പഴയ കാലത്തെ വീരാരാധനയുടെ ഒരു ചിത്രമാണ്. ആ ഒരു DNA ഇപ്പോഴുമുണ്ട്. അതുപോലെ പണ്ടത്തെ ഒരു തമിഴകത്തെ ഒരു പ്രേമജീവിതം ഒക്കെ, അത് മടലേറൽ എന്നൊരു സങ്കല്പമുണ്ട്. ഒരു പെൺകുട്ടിക്ക് ഒരു പ്രേമലേഖനം കൊടുത്ത് അവളത് നിരസിക്കുകയാണെങ്കിൽ അവളെ വിടാതെ പിന്തുടർന്ന് ഈ വീട്ടുമുറ്റത്ത് ഒരു പൊയ്ക്കുതിരയെ കെട്ടിവെച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്ന് അവൾ അംഗീകരിക്കും വരെ നിരാഹാരമിരിക്കുന്ന ഒരു കാര്യം. അതുപോലെ യുദ്ധത്തിൽ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടിയാൽ പുറത്ത് വെട്ടേൽക്കും. അപ്പോൾ വെട്ടേറ്റയാൾ ധീരനല്ല, അയാൾ പിന്തിരിഞ്ഞോടിയത് കൊണ്ടാണല്ലോ അദ്ദേഹം അദ്ദേഹം ഒരു കല്ലിൻ്റെ പുറത്ത് വടക്കോട്ട് നോക്കിയിരിക്കും, വടക്കിരിക്കലെന്ന് പറയും. അപ്പോൾ വീര ഇതിഹാസ പ്രധാനമാണ് ഈ സംഘകൃതികൾ വരച്ചിടുന്ന തമിഴകത്തെ ഒരു സൈക്കേ. ആ സൈക്കേ 21ാം നൂറ്റാണ്ടിലും ഒരു പുതിയ രൂപത്തിലെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് സിനിമാ താരങ്ങൾ, മുൻകാലങ്ങളിൽ MG രാമചന്ദ്രൻ, ജയലളിത, ഇപ്പോഴിതാ വിജയ്, അവരുടെയൊക്കെ രാഷ്ട്രീയ പ്രവേശത്തെ വളരെ ആകാംക്ഷാപൂർവ്വം, വളരെ അത്ഭുത പരതന്ത്രരായി ആളുകൾ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് തമിഴ്നാടിനെ നമ്മൾ പറയുമ്പോൾ ഒരു പക്ഷേ സിനിമ രാഷ്ട്രീയ ഭൂമികയായിട്ട് നമുക്ക് ചിത്രീകരിക്കാൻ പറ്റും. കാരണം ഒരു 60-70 കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു നാട് തന്നെയായിരുന്നു തമിഴ്നാട്. അവരുടെ ഒരു ദാരിദ്ര്യത്തിലും സിനിമാ കോട്ടയ്ക്കിൽ ആ വെള്ളി വെളിച്ചത്തിൽ 2.5 മണിക്കൂർ വീർപ്പ് മുട്ടിയിരിക്കുന്ന തമിഴ് ജനങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് ഒരു പക്ഷേ MGRൻ്റെ ഒരു താരപദവി, നായക വേഷം, തങ്ങളെ രക്ഷിക്കുമെന്നുള്ള പല സിനിമാ കഥകളിലൂടെയും അദ്ദേഹം പറയുന്ന ചില വേഷങ്ങൾ, അതൊക്കെ വല്ലാണ്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് തമിഴ് ജനങ്ങൾക്ക്. അതിലൂടെ തന്നെയാണ് ഒരുപക്ഷെ അണ്ണാദുരൈക്ക് ശേഷം പിൻഗാമിയായിട്ട് MGR കടന്നു വന്നപ്പോൾ അത്രയേറെ ഒരു പിന്തുണ MGRന് കിട്ടിയതും, പിന്നീട് അദ്ദേഹത്തിന് വെടിയേൽക്കുകയും അതിനുശേഷം അതെ അത്രത്തോളം ഒരു, കാരണം അത് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു നല്ല രാഷ്ട്രീയ തന്ത്രം അറിയായിരുന്നു. അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഐസ് വിറ്റാണ് ഇത്തരത്തിൽ വളർന്നു കയറിയത് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സാധാരണക്കാരുടെ ഇടയിലേക്ക് അദ്ദേഹത്തിന് ഇറങ്ങിച്ചെല്ലാനും അദ്ദേഹത്തിൻ്റെ കഥകളുമൊക്കെ ഒരുപക്ഷെ വല്ലാണ്ടൊരു ജനവികാരം അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഒരു ഓളം. അതുകൊണ്ട് തന്നെയാണ് അണ്ണാദുരൈയുടെ മരണവും നമ്മൾ കണ്ട ഏകദേശം 1.5 കോടി ജനങ്ങളാണ് ആ ഒരു വിലാപയാത്രയിൽ പങ്കെടുത്തത്. അന്ന് എനിക്ക് തോന്നുന്നു 70ഓളം പേര് ജീവൻ എടുക്കുക, ആത്മഹത്യ ചെയ്യുന്ന രംഗം അറിയാം ചരിത്രം പരിശോധിക്കുമ്പോൾ. പിന്നെ ഏകദേശം 28 പേരോളം അപകടത്തിൽപ്പെടുന്നതും പിന്നീട് നമ്മൾ കാണുന്ന MGRൻ്റെ ഒരു വിലാപയാത്രയിലാണ്. അത്രത്തോളം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുത്തത്. അത് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യും. MGR ഇല്ലാത്ത ഒരു ലോകത്തിൽ തങ്ങൾക്ക് ജീവിക്കേണ്ട എന്ന് കരുതി നിരവധി പേരാണ് ആത്മഹത്യ ചെയ്തത്. പിന്നീട് MGRനെ പിന്തുടർന്ന് വന്ന ജയലളിതയുടെ കാര്യത്തിൽ, ജയലളിതയും ഒരു താരപരിവേഷമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. അപ്പം അവരും ഏകദേശം 30ഓളം പേര് ആത്മഹത്യ ചെയ്യുന്നത് കണ്ടു. അതായത് എന്ത് സ്നേഹത്തിന് മുന്നിൽ പകരം ജീവൻ വരെ നൽകാൻ തയ്യാറായിട്ടുള്ള തമിഴ് മക്കൾ
ഒരു പക്ഷേ അതിനുശേഷം പിന്നീട് നമ്മൾ രജനീകാന്ത്, കമൽഹാസൻ, രജനീകാന്ത് ഒരു പക്ഷേ ഹോസ്പിറ്റൽ ആയതിനു ശേഷം അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലോട്ട് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും മാറി നിൽക്കുന്ന രംഗം കണ്ടു. കമൽഹാസൻ എന്ന അത്രത്തോളം ശോഭിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് വന്നത് വിജയാണ്, വിജയിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ഒരു പക്ഷേ രജനീകാന്തിനോളം MGRനോളം ഉള്ള ഒരു താരപദവി, താര ആരാധന ഒരുപക്ഷെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ വിജയ്ക്കും ജനങ്ങളുടെ മേലുണ്ടായിരുന്നു. അതാണ് വിജയ് പല മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ പല ഫംഗ്ഷൻസും വെക്കുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ, ഒരുപക്ഷെ വിജയ്ക്ക് വിചാരിക്കുന്നതിലും അധികം ആൾക്കാർ അവിടെ ഒത്തുചേർന്നത്. അപ്പോൾ ഇതൊരു തെരുവിലാണ് നടന്നത്. അപ്പോൾ എന്തുകൊണ്ടും DMKക്ക് സർക്കാരിനെ അറിയാം വിജയ് എത്തുന്നിടത്ത് ഇത്രയും ജനം കാണും എന്നുള്ളത് അറിയാം. ഒരുപക്ഷെ വിജയ്ക്ക് അറിയില്ലായിരിക്കും, വിജയുടെ കൂടുള്ളവർക്കറിയാം. അതിന് വേണ്ടുന്ന പ്രിക്കോഷൻ എടുക്കാത്തത് സർക്കാരിൻ്റെ ഒരു രീതിയിൽ, അതോ മൗനമായിട്ടിരുന്ന് കണ്ണടച്ച് എന്തും വരട്ടെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതിൽ പിടിച്ചു തൂങ്ങാമെന്നുള്ള DMKയുടെ ഒരു വൃത്തികെട്ട മനോഭാവമാണ്. ഇതൊരു ഹ്യൂമൻ ട്രാജഡിയാണ്, അതേപോലെ തന്നെ മാൻ മെയ്ഡ് ട്രാജഡിയുമാണ്. അപ്പോൾ അവിടെ ഈ കുറ്റപ്പെടുത്തലുകൾക്ക് സ്ഥാനമില്ല എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ അതിനുള്ള സമയമല്ല ഇത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരുപക്ഷെ ഇങ്ങനെ ഒരു സ്റ്റാമ്പീഡ് നടന്നത്, അതിന് നഷ്ടം അനുഭവിക്കുന്നത് ജീവൻ നഷ്ടപ്പെട്ട വീട്ടുകാർക്ക് മാത്രം. അവർക്ക് ചില സാമ്പത്തികമായി ചില ലക്ഷക്കണക്കിന് രൂപ നഷ്ടപരിഹാരം എന്ന നിലയിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് നഷ്ടപ്പെട്ട ജീവന് വിലയാകുന്നില്ല. ഇവിടെ ഉയരുന്ന ചില ചിന്തകളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച തമിഴ് മക്കളുടെ ഒരു വീര ഇതിഹാസം, അത് അതിര് കടക്കുന്നുണ്ടോ? അത് മുതലെടുക്കാൻ ഇങ്ങനെയുള്ള വിജയിനെ പോലെയുള്ള ആളുകൾ, വിജയ് മാത്രമല്ലല്ലോ, എല്ലാം തന്നെ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ച് ഒരു മാസ് ഹിസ്റ്റീരിയ സൃഷ്ടിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു മോഡൽ സൃഷ്ടിക്കുകയാണ്. മാത്രമല്ല തിരക്കുള്ള വഴി നോക്കൂ. ഇവിടെ ഈ ഹൈവേയിലാണ്, ഈ ഹൈവേയുടെ ബൈപ്പാസിലാണ് ഈ സംഭവം നടക്കുന്നത്. കരൂർ സേലം ഹൈവേയുടെ ബൈപ്പാസ് റോഡിൽ, കരൂർ നഗരത്തിന് 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെയാണ്. അവിടെ ഒരിക്കലും ഒരു സമ്മേളനം നടത്താൻ തക്ക ഒരു ഡിവൈഡറൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ വിജയിൻ്റെ വാഹനം, ആംബുലൻസ് പോലെ ഒരു വാഹനം പാർക്ക് ചെയ്യുന്നു. അതിൻ്റെ മുകളിൽ കയറി നിന്നാണ് വിജയ് അഭ്യാസമെല്ലാം കാട്ടുന്നത്. അവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾ 10,000 എന്ന് പറയുന്നു, പക്ഷേ 1.5 ലക്ഷത്തോളം ആളുകൾ വന്നതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ. അത്രയും പേരെ ഉൾക്കൊള്ളാനുള്ള സ്ഥല സൗകര്യമില്ല. അതുമാത്രമല്ല ഇവിടെ ക്രൗഡ് മാനേജ്മെൻറ്റ് മാനുവലിലെല്ലാം തന്നെ പറയുന്ന കാര്യം, ഒരു ചതുരശ്ര മീറ്ററിനുള്ളിൽ 4 പേർക്ക് മാത്രമേ, ശരാശരി വലിപ്പമുള്ള 4 പേർക്ക് മാത്രമേ നിൽക്കാനാവൂ. അതിൽ കൂടുതൽ ഉണ്ടാകുന്നു എങ്കിൽ ഇൻ്റലിജൻസ് ഏജൻസീസ് അതനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇത്രയധികം വിജയൻ്റെ റാലികൾ ഒരു സൂചനയാണെങ്കിൽ ഇത്രയധികം പേര് വരാനുള്ള സാധ്യത തമിഴ്നാട് ഇൻ്റലിജൻസ് എന്തുകൊണ്ട് കണ്ടെത്തിയില്ല? ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്തുകൊണ്ട് പ്രിക്കോഷൻസ് എടുത്തില്ല? 500 പോലീസുകാരെ മാത്രം വിന്യസിച്ചത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു സ്റ്റാമ്പീഡ് ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ നഷ്ടം വിജയനായിരിക്കും, അതിൻ്റെ നേട്ടം ഒരുപക്ഷെ മറഞ്ഞിരിക്കുന്ന ചില ശക്തികൾക്കായിരിക്കും എന്ന നിഗമനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇതെല്ലാം പറയാം, പക്ഷേ ഇങ്ങനൊരു സ്റ്റാമ്പീഡ് നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇത് കരുതിക്കൂട്ടി ഒരു കോൺസ്പിറസി കൊണ്ട് സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല. സംഭവിച്ചതാണ്. an accident is always an accident. അല്ല, അവിടെ 4 മണിക്കൂർ വൈകിയാണ് വിജയ് എത്തിയെന്ന് പറഞ്ഞപ്പോൾ ഈ 4 മണിക്കൂറിനകത്ത് വന്നു ചേർന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾ, അപ്പോഴേക്കും ഇവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. വിജയിയുടെ പ്രതിനിധികളെ, വേണ്ടുന്ന സംഘാടകരെയൊക്കെ വിളിച്ച് പറയായിരുന്നു ഇത്രത്തോളം ജനങ്ങൾ വന്നെത്തിയിട്ടുണ്ട്, അവിടെ 500ഓളം പോലീസുകാർ വിന്യസിച്ചിട്ടുണ്ട്, അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു സിറ്റി മുഴുവനും നിറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ 4 മണിക്കൂർ സമയം, ഒരുപാട് ദീർഘമായ സമയം ഉണ്ടായിരുന്നത് തന്നെ ഒരുപക്ഷെ അവർക്ക് സർക്കാരിന് അത് ഏറ്റെടുത്തുകൊണ്ട് അവരെ ഒഴിപ്പിക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ 4 അല്ല 6 മണിക്കൂർ വൈകിയാണ് ഈ സമ്മേളനം തുടങ്ങുന്നത്. അറിയിച്ചിരുന്നത് ഉച്ചയ്ക്ക് 1 മണിക്ക് സമ്മേളനം തുടങ്ങുന്നു. ആ സമയത്ത് 1 മണി സമയത്തെ വിജയ് അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല, വേറൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. ഒരു മീറ്റിങ്ങിൻ്റെ സമയക്രമം, ഒരു നല്ല നേതാവിൻ്റെ ലക്ഷണം എന്താണ്? സമയം പാലിക്കുക. സമയത്തിന് വിലയുണ്ട്. തന്നെ കാണാൻ വരുന്ന ജനങ്ങളുടെ സമയത്തിന് വിലയുണ്ട്. തൻ്റെ സമയത്തിന് മാത്രമല്ല, എല്ലാവരുടെയും സമയത്തിന് വിലയുണ്ട്. അങ്ങനെയാണ് ഒരു നേതാവ് അണികളെ ബഹുമാനിക്കുന്നത്. തീർച്ചയായും അത് വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതുകൊണ്ട് വളരെ വൈകി വന്നുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു യോഗമുണ്ടെങ്കിൽ കൃത്യം സമയം പറഞ്ഞാൽ ആരും അവിടെ വരില്ല. പ്രത്യേകിച്ച് വേദിയിലിരിക്കേണ്ട പലരും വരില്ല. പെട്ടെന്ന് സമ്മേളനം തുടങ്ങി സ്വാഗത പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാടകീയമായി വന്നു കയറുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ആ വന്ന ആളിലേക്കാണ്. കൃത്യസമയത്ത് വരുന്നവന് വിലയില്ലാത്ത ഒരു ലോകമാണിത്. ഇത്
നമ്മുടെ ഒരു മനോഭാവമാണ്. ഇവിടെ കേരളത്തിൽ തമിഴ്നാടിൻ്റെ ഒക്കെ മനോഭാവമാണ്. ഈ മനോഭാവത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണിത്. ജനങ്ങൾ കാത്തു നിൽക്കുകയാണ്. രാവിലെ മുതൽ 1 മണിയെന്ന് പറയുന്നു, രാവിലെ 10 മണിക്ക് മുൻപ് തന്നെ ആളുകൾ വരുന്നു. ജലപാനമില്ല. എത്ര നേരം ഈ ഒരു ശരീരത്തിന് നിർജ്ജലീകരണം തടഞ്ഞു നിർത്താനാവും? ഒരു കുപ്പി വെള്ളം കിട്ടാനില്ല, അവിടെ എവിടെയെങ്കിലും പോയി വാങ്ങാനാവില്ല. ജനം തിക്കിത്തിരക്കി നിൽക്കുകയാണ്. ഉച്ചയാഹാരമില്ല. അങ്ങനെ ഡീഹൈഡ്രേഷൻ കൊണ്ട് വളരെ അവശതയിലായ ആളുകളുടെ മേലേക്കാണ് ഈ സ്റ്റാമ്പീഡ്, ചവിട്ടും ഉന്തും തള്ളും തിക്കും തിരക്കുമുണ്ടായത്. അങ്ങനെ പിടഞ്ഞ് വീണ ആളുകളാണ് അവരുടെ പുറത്തുകൂടെ ആളുകൾ ചവിട്ടി നിൽക്കുകയാണ്. ഇത് സംഭവിച്ചതാണോ, സംഭവിക്കാനുള്ള സാധ്യത ഒരുക്കിയതാണോ? മനഃപൂർവ്വമായിട്ടല്ല എങ്കിൽ പോലും ഈ ഡ്രോണുകൾ പാറിപ്പറന്നു അവിടെ, അതെല്ലാവരും കണ്ടതാണ്. എന്തുകൊണ്ടാണ് ഏറിയൽ വ്യൂ ഇങ്ങനെ ഒരു റോഡ്, എന്തുകൊണ്ടാണ് 2 സ്റ്റേഡിയം, 2 പ്രധാന ഗ്രൗണ്ടുകൾ, സ്റ്റേഡിയങ്ങൾ, അത് DMK സർക്കാർ അനുമതി നൽകിയില്ല. വിജയിന് റാലി നടത്താൻ, സമ്മേളനം ഒരുക്കാൻ നടത്തിയില്ല. വിജയ് ചോദിച്ച 3ാമതൊരു സ്ഥലം അത് ലഭിച്ചതുമില്ല. മറ്റൊരു സ്ഥലം കണ്ടെത്തി വിജയ് അവർ സജസ്റ്റ് ചെയ്ത, ഗവൺമെൻറ് സജസ്റ്റ് ചെയ്ത ഒരിടത്ത് ഇത് നടത്താൻ വിജയ് ആൻഡ് ടീം വിസമ്മതിച്ചു. അങ്ങനെയെങ്കിൽ വിജയിൻ്റെ ടീം തന്നെ തിരഞ്ഞെടുത്ത ഒരിടമാണ് ഈ പറയുന്ന ബൈപ്പാസ് റോഡ്. അവിടെ ഒരിക്കലും നടത്താനാവില്ല. അതെന്തുകൊണ്ട് നടത്തി? ഇടുങ്ങിയ ഹൈവേ ആണെങ്കിൽ പോലും ഇത്രയും ആളുകൾ നിൽക്കുമ്പോൾ ഇടുങ്ങിയ റോഡായിട്ട് തോന്നാം. അവിടെ ഡ്രോണുകൾ പറക്കുകയും ഏറിയൽ വ്യൂ താഴേക്കുള്ള നോക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ നിൽക്കുന്നതായി തോന്നാം. അപ്പോൾ ഈ ക്രൗഡിൻ്റെ ഒരു സൈക്കോളജി അങ്ങനെയാണ്. ഇത് മറ്റ് സ്ഥലങ്ങൾ ഇതിനേക്കാൾ ഗംഭീരമായ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകും. ഇതൊരു മാസ് ഹിസ്റ്റീരിയ പോലെയാണ്. ഇത് കൃത്യമായ ഒരു പിടിപ്പുകേട് തന്നെയാണ്. കാരണം രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ ഇത് ചെയ്തു. ഇത് വിജയിൻ്റെ പാർട്ടി മാത്രമല്ല, എല്ലാ കക്ഷികളും. പക്ഷെ കുറച്ചുകൂടി സംഘടിതമായി ഓർഗനൈസ്ഡായി ചെയ്യാവുന്ന രീതിയുണ്ട്. അതാണ് ഒരു കളം കെട്ടിത്തിരിക്കുക. കൃത്യമായ ആ കളത്തിനുള്ളിൽ എത്ര പേർക്കാണ് ബാരിക്കേഡുകൾ. ഈ ബാരിക്കേഡുകൾ മറികടന്ന് ആർക്കും അകത്തേക്ക് കടക്കാനാവരുത്, പുറത്തേക്ക് പോകാൻ വഴികൾ കൊടുക്കണം. അങ്ങനെ ക്രൗഡ് മാനേജ്മെൻറ്റ് വ്യക്തമായി ചെയ്യാൻ സാധിക്കും. ഈ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ നടത്തിയ ഒരു ജില്ലാ തലത്തിലുള്ള റാലികളാണ്. ആദ്യം തന്നെ വിജയ് നടത്തിയ റാലികളിൽ തന്നെ വലിയ തോതിൽ തിക്കും തിരക്കും ഉണ്ടായി. വിക്രവാണ്ടിയിലെ ആദ്യ റാലി, അതിനുശേഷം മധുരയിൽ വെച്ച് നടന്ന റാലി, അങ്ങനെ പലയിടത്തും തിക്കും തിരക്കും ഉണ്ടായി. അപ്പോൾ വലിയ ചരിത്രം, ഇപ്പം രഞ്ജിനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പിന്നെ തമിഴ്നാട്ടിലെ അത്യാഹിതങ്ങളുടെ വലിയ ഒരു ചരിത്രം തന്നെയുണ്ട്. ഇപ്പം ജയലളിത കുംഭകോണത്താണെന്ന് തോന്നുന്നു 1992 വലിയൊരു അപകടത്തിന് സാക്ഷ്യം വഹിച്ചു. ജയലളിതയുടെ ഒരു യോഗമാണ്. അതുപോലെ പിന്നെ അണ്ണാദുരൈ, CN അണ്ണാദുരൈയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ആളുകളുടെ ബാഹുല്യം, അവിടെ ഉണ്ടായ മരണങ്ങൾ, ഇവരെല്ലാം തന്നെ ഒരു പാഠം ആവേണ്ടതാണ്. പക്ഷെ ഒരു അപകടം ഒരു പാഠമാകുന്നില്ല എങ്കിൽ നമ്മൾ അപകടത്തെക്കുറിച്ച് എത്ര ചർച്ച ചെയ്താലും അത് വീണ്ടും അധരകരണങ്ങളിൽ തന്നെയല്ല. ഇത് ഒരു പക്ഷേ തമിഴ്നാട് സർക്കാരിനും ഇതൊക്കെ മുന്നേ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ ഒരു പാഠമാണ്. ഒരു പക്ഷേ ബുദ്ധിയുള്ള ബോധമുള്ള സർക്കാർ ഇരിക്കുമ്പോൾ വിജയ് എത്താൻ 6 മണിക്കൂർ വൈകി. അപ്പോൾ അവിടുത്തെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ വരവ് അവർക്ക് നന്നായിട്ടറിയാം. അതൊരു പക്ഷേ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സംഘാടകരോട് അറിയിച്ചുകൊണ്ട് ആ വരവ് നിർത്താമായിരുന്നു, ആൾക്കാരെ പിരിച്ചുവിടാമായിരുന്നു. വിജയ് വരുന്നത് വരെ കാത്തു നിൽക്കേണ്ടായിരുന്നു. നീണ്ട 6 മണിക്കൂർ ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ ഇന്ന് വിജയ് വരുന്നില്ല എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പോകുമല്ലോ. ഇപ്പൊ ഈ ഇടയ്ക്ക് കിളിമാനൂർ വേടന്റെ ഒരു തരംഗം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, ഇപ്പൊ അധികം ആൾക്കാരൊന്നും ഇറങ്ങുന്നില്ല വേടന് വേണ്ടിയിട്ട്. എന്നാലും യൂത്തിന്റെ ഒരു തരംഗം, കിളിമാനൂർ ഇത്തരത്തിൽ വേടൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ ചെരുപ്പുകളുടെ ഒരു കൂമ്പാരം, വയൽ ഉഴുത് മറിച്ച് ചെളി കൊണ്ട് ഉള്ള അഭിഷേകങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ താരാരാധന കൂടുമ്പോൾ അപ്പൊ ചോദിക്കും, മലയാളികൾക്കൊന്നും ഇങ്ങനെ സംഭവിക്കാറില്ല, തമിഴർക്ക് മാത്രം. സണ്ണി ലിയോൺ വന്നപ്പോഴും ഈ പറഞ്ഞ ആൾക്കാർ തെരുവിൽ വന്നിറങ്ങിയ കൂട്ടമൊക്കെ നമ്മൾ കണ്ടത്. അപ്പൊ ആരാധനയ്ക്കപ്പുറം ചില മാനസിക വികാരങ്ങളും ഈ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഇതിപ്പോൾ വിജയോടുള്ള ഒരു സ്വർണ്ണക്കടയോ തുണിക്കടയോ ഉദ്ഘാടനം ചെയ്യാനായി പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ചെത്തുന്ന ചില അവതാരങ്ങൾ, തീർച്ചയായും ഈ അവതാരങ്ങളെയൊക്കെ കാണാനായി ജനം ഇരച്ചു കയറുന്ന ഇതൊരു മനോനിലയാണ്. അപ്പോൾ ഇപ്പൊ വിജയുടേതല്ല, വിജയോടുള്ള ഒരു താരാരാധന കൂടിയാണ്, രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ആരാധനയാണ്. പക്ഷെ ഇത് നേരത്തെ സർക്കാരിന് അറിയാമായിരുന്നു, വേണ്ടുന്ന പ്രിക്കോഷൻസ് എടുക്കാമായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അപകടങ്ങൾ ഒഴിവാക്കാനോ. അപ്പോൾ ഒരു പക്ഷേ അതൊരു രാഷ്ട്രീയ കളി കൂടിയായിരിക്കും. ഇതിനിടയിൽ എങ്ങനെ ഉന്തും തള്ളും ഉണ്ടായി, ഏത് തരത്തിലാണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാം. അതൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ. എങ്കിലും വിജയ് ആവശ്യപ്പെട്ടിരിക്കുന്നത് CBI അന്വേഷണമാണ്. അതിൽ ഒരു ചെറിയ ഒരു കൊളുത്തുണ്ട്. ആരാണ് CBI? കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന അന്വേഷണ ഏജൻസി. ആർക്കെതിരെയാണ് വിജയ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്? കേന്ദ്ര സർക്കാരിനും ഭാരതീയ ജനതാ പാർട്ടിക്കും ഒക്കെ എതിരായിട്ടാണ്.
അങ്ങനെയെങ്കിൽ CBI അന്വേഷണത്തിലൂടെ തെളിവുകൾ കണ്ടെത്താനാവും, താൻ എക്സോണറേറ്റ് ചെയ്യപ്പെടും എന്ന ഒരു ചിന്ത വിജയനെ ഭരിക്കുന്നുണ്ട് എങ്കിൽ CBIയോട് മാത്രമല്ല കേന്ദ്രത്തോടും BJPയോടും ചെറിയ തോതിലെങ്കിലും സഹകരിക്കാനും തനിക്ക് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചെടുക്കാനുള്ള ഒരു മാർഗമായി CBI അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ചില നിർണായക തെളിവുകൾ വിജയിന് ഹാൻഡിയായി വരാനുമുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് അനന്തമായ സാധ്യതകളുടെ വളരെ വലിയ കലയാണ് രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഇന്നലെ വരെ വിജയ് എടുത്ത ചില നിലപാടുകൾ, കട്ടക്ക് DMK വിരുദ്ധ BJP വിരുദ്ധ നിലപാടുകളിൽ മായം ചേർക്കുമോ, വെള്ളം ചേർക്കുമോ, തിരുത്തൽ വരുത്തുമോ? പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള തിരുത്തലുകൾ ഉണ്ടാവാം. ADMKയും വിജയ് പാർട്ടിയായ തമിഴക വെട്രി ഘടകവും ഭാരതീയ ജനതാ പാർട്ടിയും എല്ലാം ചേർന്നൊരു മുന്നണി രൂപീകരണത്തിലേക്ക് ഈ ഒരു സംഭവം നയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇപ്പോൾ അതിൻ്റെ സൂചനകളൊന്നുമില്ല എങ്കിൽ പോലും CBI രംഗത്തേക്ക് വരുമ്പോൾ കളം മാറാൻ. മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ. ഒരുപക്ഷെ MGRും ജയലളിതയൊക്കെ പറ്റി തെളിഞ്ഞ ഒരു രാഷ്ട്രീയ കളികളുണ്ട്. ഒരുപക്ഷെ താരപരിവേഷത്തിനപ്പുറം ഒരു സിനിമാ മേഖലയിൽ നിന്ന് വന്ന നായിക എന്നതിലപ്പുറം അവർക്കൊരു രാഷ്ട്രീയ കളികളുടെ ഒരു ചേരും ചേരുവകയൊക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. അത് ഒരുപക്ഷെ വിജയ്ക്ക് അത് പാളിപ്പായിട്ടുണ്ട്. കാരണം ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വിജയ് പെട്ടെന്ന് അതൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയിൽ തന്നെ ഒരു നായകനായിട്ട് നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് പലരും പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. പഞ്ച് ഡയലോഗുകൾ വലിയ കയ്യടി നേടിത്തരും. സിനിമയിലാണെങ്കിലും ശരി, സിനിമാ ശൈലിയിൽ വേദികളിൽ നിന്ന് പറയുന്ന അതൊരു താരം തന്നെ പറയുമ്പോൾ കയ്യടികൾ നേടിത്തരും. ഇതെല്ലാം സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ മികവാണ്. പക്ഷെ ജീവിതം സ്ക്രിപ്റ്റ് അല്ല. അങ്ങനെ ഒരു തിരക്കഥയിലല്ല യഥാർത്ഥ ജീവിതം മുന്നോട്ട് പോകുന്നത്. ജീവിതം മാത്രമല്ല, രാഷ്ട്രീയ അതിനപ്പുറമുള്ള ഒരു കളി കൂടി. ഇവിടെ നോക്കൂ, ഒരു നിർണായക ഘട്ടം വന്നു. ഇത്രയും പേർ ഈ ഞെരിഞ്ഞമരുകയാണ്. അവിടെ ഒരു ക്രൈസിസ് ഉണ്ടായി. യഥാർത്ഥ ലീഡർ ലക്ഷണം എന്താണ്? ക്രൈസിസ് സമയത്ത്, പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുക. വിജയ് ചാടി ഇറങ്ങി ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നല്ല പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ സ്റ്റാമ്പീഡ് ഉണ്ടാകും. അതല്ല, അവിടെ തന്നെ തമ്പടിച്ചുകൊണ്ട് അവിടുന്ന് വിട്ടുപോകരുത്. ഈ പറയുന്ന സ്ഥലത്ത് തന്നെ തമ്പടിച്ചുകൊണ്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും ഗവൺമെൻറ് മെഷീനറിയും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ഏകോപിപ്പിക്കാനും അവിടെ വിട്ടുപോകാതിരിക്കാനുമുള്ള ആർജവം കാട്ടിയില്ല. ഒരു ഭീരുവിനെ പോലെ അദ്ദേഹം പെട്ടെന്ന് ഈ 5 മിനിറ്റ് കൊണ്ടുണ്ടായ അപകടത്തിന് അടുത്ത 5 മിനിറ്റിനുള്ള അദ്ദേഹം സ്ഥലം കാലിയാക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളിനെ എങ്ങനെയാണ് ഒരു നേതാവായി കാണുക? ആളുകളുടെ മുമ്പിൽ വിജയിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ ചോദിക്കുന്ന, രഹസ്യമായിട്ടെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ എന്തായിരുന്നു വിജയ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. മദ്രാസിൽ പോയി അതിനുശേഷം സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ ഹൃദയം വിങ്ങുന്നു, ഹൃദയം നുറങ്ങിപ്പോയി എന്നൊക്കെയുള്ള പതിവ് ഡയലോഗുകൾ അത് കാച്ചിട്ടോ 20 ലക്ഷം രൂപ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടോ എന്ത് കാര്യം? തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ താരാരാധനയിൽ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പഞ്ച് ഡയലോഗുകളല്ല യഥാർത്ഥ രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ ഭാവിയും അല്ലെങ്കിൽ രാഷ്ട്രീയ കളികളും. അതിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ ഒരു യഥാർത്ഥ നേതാവിന് മാത്രമേ, യഥാർത്ഥ യോദ്ധാവിന് മാത്രമേ സാധിക്കൂ. അതൊരു പക്ഷേ വിജയ്ക്ക് സാധിച്ചില്ല. ഏതായാലും 41 ജീവനുകൾ നഷ്ടമായിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ തമിഴ് മക്കൾ ഇത്രത്തോളം ആരാധനയോടെ ഇരിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കട്ടെ. സ്നേഹത്തിനും ഒരു അറുതി വേണമല്ലോ. അവിടെയായിരിക്കാം ഒരുപക്ഷെ അവർക്ക് തെറ്റുകൾ സംഭവിക്കുന്ന, ജീവൻ നഷ്ടപ്പെടുന്നത്. നന്ദി സാർ.